ഹലോ, ബാബാസ് കുസിനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും അവിയൽ വെക്കാറുള്ളതാണ്. ഈ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം നമുക്ക് അവിയലൊക്കെ ഉണ്ടാക്കാനായിട്ട്. എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ അവിയലെല്ലാം വെജിറ്റബിൾസ് എല്ലാം കൂടെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കരുത്. ആദ്യം തോനെ വേവേണ്ട സാധനം ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് വേവുന്ന നേരത്തിന് അടുത്തത് കട്ട് ചെയ്യുക. അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. ലാസ്റ്റിൽ നമ്മൾ അരക്കൂടെ ഇടുമ്പോഴത്തേക്ക് ഈ അവിയൽ വെന്തിരിക്കും. അല്ലാതെ നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം കൂടെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അവിയൽ വെക്കുമ്പോഴത്തേക്ക് കുറേ സമയം നമ്മൾ പോകും. അപ്പം ഈ സമയം ലാഭിക്കേണ്ടവർക്ക് ഒരു എളുപ്പ വഴിയായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ നയം ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അവിയൽ വെക്കാം. ഈ അവിയലിനകത്ത് കൂടുതൽ സാധനവും നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനമാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ പുഴുങ്ങാൻ എടുക്കുന്ന കിഴങ്ങില്ലേ, പൊട്ടറ്റോയ്ക്ക് പകരം ആ കിഴങ്ങാണ് എടുക്കുന്നത്. അതുപോലെ മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടുതൽ ഭാഗവും നമ്മുടെ വീട്ടിൽ നിന്നുള്ള സാധനം എടുത്ത് ഒരു അവിയൽ വെക്കും. ഇത് വരിക്കച്ചക്കയുടെ കുരുവാണ്. അതിൻ്റെ മുകളിലെ വെള്ളപ്പാടം മാത്രമേ കളയുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തു. ഇപ്പം ചക്കുരു ഇതേപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കും. അടിയിലെ ചക്കക്കുരുവും കിഴങ്ങ്, ഈ കിഴങ്ങ് ഏതെന്ന് പറയുമ്പോൾ ഉരുളൻ കിഴങ്ങല്ലേ, പുഴുങ്ങാനെടുക്കുന്ന കിഴങ്ങ്, അത് രണ്ടും കൂടി ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കഷ്ണം അരിഞ്ഞുകൊണ്ട് വരാം. ഈ ക്യാരറ്റ്, ചേന, പച്ചമുളക്, സവാള അതിട്ട് കൊടുക്കുക. അത് വേവട്ടെ. ഈ മുരിങ്ങയ്ക്കയും കായും കൂടി ഇട്ട് കൊടുക്കുക. ഈ ചക്ക ഇട്ട് കൊടുക്കുക, നീളത്തിലരിയാം. ഈ കാച്ചിലും ചേമ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചോണ്ട് വരാം. ഇനി നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുകളിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.